ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാമീസ് വേൾഡ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രമേഹത്തിനെ കുറിച്ചാണ്. പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് ചുറ്റുവട്ടത്തെ എല്ലാവരുടെയും കൂട്ടത്തിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. പ്രമേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. അതെപ്പോഴും 80 to 120 ആണ് നോർമൽ. 80 to 120ക്ക് ഒരു കൂടുതലാണെങ്കിൽ നമ്മൾ പ്രമേഹം ഉണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നോർമൽ വാല്യൂവിനേക്കാൾ ഒരു 5 or 10 കൂടുതലാണെങ്കിൽ അവർ പറയാറുണ്ട് എനിക്ക് ഷുഗറാണ്, എനിക്ക് പ്രമേഹമാണെന്ന് പറയാറുണ്ട്. പക്ഷേ ശരിക്കും അതൊരു പ്രമേഹമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. ആ സ്റ്റേജിൽ നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നാണ് പറയുന്നത്. കാരണം പ്രമേഹത്തിന് മുമ്പ് ഷുഗർ വരാൻ സാധ്യതയുള്ളൊരു സ്റ്റേജ് ഉണ്ട്, അതിനെയാണ് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. 3 മാസത്തെ ആവറേജ് ഷുഗർ അറിയാനാണ് നമ്മൾ HbA1c ടെസ്റ്റ് ചെയ്യുന്നത്. HbA1c 5.7 ആണെങ്കിൽ അത് നോർമൽ ആണെന്നാണ് എൻ്റെ അർത്ഥം. 5.7 to 6.4 വരെ പ്രീ ഡയബറ്റിക് സ്റ്റേജാണ്. അതായത് 6.4 വരെയാണ് നമ്മുടെ റിസൾട്ട് വരുന്നതെങ്കിൽ അതിന് അർത്ഥം പ്രീ ഡയബറ്റിക് ആണ്, ഷുഗർ വരാൻ സാധ്യതയുണ്ട്. അതല്ല 6.5ന് മുകളിലാണെങ്കിൽ അവർ ഡയബറ്റിക് ആണ്, അവർക്ക് മരുന്ന് കഴിക്കേണ്ടി വരും. ഷുഗർ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഇൻസുലിൻ എടുക്കേണ്ടി വരും അങ്ങനെ. പക്ഷേ മരുന്ന് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേറൊരു ദിവസം ചെയ്യും. അടുത്തത് ഫാസ്റ്റിംഗ് ഷുഗർ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെ മധുരമുള്ള ചായയോ അങ്ങനെയുള്ള ഒരു സാധനം പോലും കഴിക്കാതെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതിനെയാണ് ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത്. ഫാസ്റ്റിംഗ് ഷുഗർ 100ൽ താഴത്താണെങ്കിൽ നോർമലാണ്. 100 മുതൽ 125 വരെ വരുവാണെങ്കിൽ അത് പ്രീ ഡയബറ്റിക് സ്റ്റേജാണ്. ആ ഷുഗറുള്ള ആൾക്കാർക്ക് ഷുഗർ വരാൻ സാധ്യതയുണ്ട്. അതല്ല 126ന് മുകളിലേക്കാണെങ്കിൽ അവർ ഡയബറ്റിക് ആണ്, അപ്പോൾ അവർ ഡോക്ടറെ കാണേണ്ടി വരും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മരുന്ന് കഴിച്ചാൽ മാറുമായിരിക്കും. അതല്ല കുറച്ച് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഇൻസുലിൻ എടുക്കും. 40ൽ താഴെയാണ് വരുന്നതെങ്കിൽ PPBS നോർമലാണ്, അതായത് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ നോർമലാണ്. 140 മുതൽ 199 വരെ പ്രീ ഡയബറ്റിക് സ്റ്റേജാണ്, അവർക്ക് ഷുഗർ വരാൻ സാധ്യതയുണ്ട്. 200ന് മുകളിലാണെങ്കിൽ അവർ ഡയബറ്റിക് ആണ്, അതായത് അവർക്ക് പ്രമേഹമുണ്ട്, അപ്പോൾ അവർ ഡോക്ടറെ കാണേണ്ടി വരും. അടുത്തത് റാൻഡം ബ്ലഡ് ഷുഗർ. റാൻഡം ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 80 to 120 ആണ്. 120 വരെ വരാൻ കുഴപ്പമില്ല. 200ന് മുകളിലാണെങ്കിലാണ് അവർ ഡയബറ്റിക് ആണെന്ന് പറയുന്നത്. അപ്പോൾ 200ന് മുകളിലാണെങ്കിൽ അവർ ചിലപ്പോൾ ഡോക്ടറെ കാണേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇനി ഷുഗറുള്ള ആൾക്കാർക്ക് കാല് നല്ല വേദന ഉണ്ടാവും, വയറ് പെട്ടെന്ന് വലുതാകും, ക്ഷീണം ഉണ്ടാവും, പിന്നെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടാവും, അങ്ങനത്തെ ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അവർക്ക് ഷുഗറാണ്, ഡോക്ടറെ കാണേണ്ടി വരും. ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും പറയും എനിക്ക് ഷുഗറൊന്നും ഇല്ല കേട്ടോ, എൻ്റെ ഷുഗറൊക്കെ നോർമലാണെന്നൊക്കെ പറയാറുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനിനി ചെയ്യാം. എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മരുന്ന് ഒരുപാട് കഴിക്കരുത്, കാരണം ഡോക്ടർമാർ ചില മരുന്നൊക്കെ തരും, ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ജീവിതകാലം മൊത്തം കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഷുഗർ കൂടുതലാണെങ്കിൽ നമ്മൾ അവരെ ഹൈപ്പോർ ഗ്ലൈസീമിയ എന്നും കുറവാണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ എന്നുമാണ് പറയുന്നത്. അതായത് ഷുഗർ പേഷ്യൻസിന് ഷുഗർ കൂടുതലാണെങ്കിൽ നമ്മൾ ആ പേഷ്യൻസിനെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നും, ഷുഗർ കുറവുള്ള പേഷ്യൻസിന് ഹൈപ്പോഗ്ലൈസീമിയ. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഷുഗറൊക്കെ ആയിരിക്കും, ചിലപ്പോൾ പ്രീ ഡയബറ്റിക് ഒക്കെ ആയിരിക്കും, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് പറയാറ്. ഷുഗർ കൂടുതലാണ്, ഇൻസുലിനൊക്കെ എടുക്കുകയാണ്, അങ്ങനത്തെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവർ നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള നോർമലായിട്ടുള്ള കുറച്ച് ബ്ലഡ് ടെസ്റ്റാണ് സാധാരണയായി ആൾക്കാർ ചെയ്യാറുള്ളത്. ഇതിൽ കൂടുതൽ ഉൾപ്പെടാത്ത GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഉണ്ട്, ഗ്ലൂക്കോസ് കൺട്രോൾ ടെസ്റ്റ് ഉണ്ട്, പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗർ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. ഇത് നോർമലായിട്ട് സാധാരണ ആൾക്കാർ ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ബ്ലഡ് ഷുഗറാണ്. കൂടുതലായിട്ട് അറിയാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് ഗ്ലൂക്കോസ് ചാർട്ടാണ്. നോർമൽ, ഫാസ്റ്റിങ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കുന്ന 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുന്ന PPBS, പിന്നെ റാൻഡായിട്ട് നോക്കുന്ന ടെസ്റ്റ്. അതിൻ്റെ 3 എണ്ണത്തിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാം.